വിദേഹത്ത് കേരളത്തിൽ പ്രചരിക്കുന്നത് കണ്ടപ്പോൾ ആ കാലഘട്ടത്തിലെ പണ്ഡിതന്മാർ നോക്കി നിൽക്കുകയല്ല, പാണ്ഡിത്യത്തിൻ്റെ ദൗത്യം എന്താണോ ആ ദൗത്യം നിർവഹിക്കാൻ വേണ്ടിയാണ് 1926 സമസ്ത രൂപീകരിച്ചത്. മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ നേതൃത്വത്തിൽ പണ്ഡിതന്മാർ ഒരുമിച്ച് കൂടുകയും അവർ പരിശുദ്ധമായ സുന്നത്ത് ജമാഅത്തിൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ അവർ ചെയ്യുകയും ചെയ്തു. ആ കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇന്ത്യ രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ലോകത്തിൻ്റെ തന്നെ പഴയ സമ്പ്രദായങ്ങളൊക്കെ മാറി കേരളത്തിൽ പ്രത്യേകിച്ച് റെയിൽവേ വരികയും യാത്രാ സൗകര്യങ്ങൾ വർദ്ധിക്കുകയും സമൂഹത്തിൽ ഇതുപോലുള്ള സൗകര്യങ്ങൾ വർദ്ധിച്ചപ്പോൾ പണ്ഡിതന്മാരുടെ ഒരു ചെറിയ പ്രസംഗം കൊണ്ട് മാത്രമോ ദർസ് കൊണ്ട് മാത്രമോ അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് മാത്രം പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ എതിരെ പ്രവർത്തിക്കുന്ന വിദഇകളെയും മറ്റു കക്ഷികളെയും പ്രതിരോധിച്ച് നിർത്താൻ കഴിയില്ല എന്ന് മനസ്സിലായപ്പോഴാണ് ഈ സമസ്ത എന്ന പുതിയ സംഘടനയ്ക്ക് ആ മഹാന്മാരായ പണ്ഡിതന്മാർ രൂപീകരണം നടത്തിയിട്ടുള്ളത്.